താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടായി. താമരശ്ശേരി ചുരം 7-ാം വളവിലാണ് അതുപോലെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ ലോറി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഗതാഗത തടസ്സം നേരിടുന്നു. അതുവഴി പോകുന്ന ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തുടർച്ചയായ 3-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ ലോറി കുടുങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. ദീപക് തർമ്മടം നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ താമരശ്ശേരിയിൽ ഇതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുവഴി പോകുന്ന യാത്രക്കാർക്ക് ഈ പ്രഭാതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇത് പതിവാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഈ രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. ഇത് താമരശ്ശേരി ഭാഗത്തേക്കുള്ള യാത്ര ദുഷ്കരമാകുന്നു. സ്വാഭാവികമായും വയനാട് മേഖലയിലേക്കുള്ള യാത്രക്കാരെല്ലാം പ്രതിസന്ധിയിലാവുകയാണ്. ചുരം സംരക്ഷണ സമിതിയൊക്കെ ഇടപെടുന്നുണ്ട്, പോലീസും ഇടപെടുന്നുണ്ടെങ്കിലും ഇത് പതിവ് സംഭവമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നാണെങ്കിൽ 7, 8 ചുരത്തിലെ 7-ാം വളവും 8-ാം വളവിലുമാണ് ഏറ്റവും പ്രശ്നം രൂക്ഷമായത്. മാത്രമല്ല, കണ്ടെയ്നർ ലോറി അവിടെ യന്ത്ര തകരാറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അതുപോലെ ഇന്ന് ശബരിമല യാത്രക്കാർ സഞ്ചരിച്ച വാഹനവും ഇതുപോലെ തന്നെ ഗതാഗതക്കുരുക്കിൽ പെടുന്നു. യന്ത്ര തകരാറാണ് കാരണം. ഇന്നലെ രാവിലെയും ഇതേപോലെയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കായിരുന്നു. ഏറെ നേരം വൈകി യന്ത്ര തകരാറുകൾ പരിഹരിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്. മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. കാരണം വയനാട് ജില്ലാ ഭരണകൂടവും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ പരിഹാരം ഇതിലുണ്ടാകണമെന്നുള്ളതാണ്. എസ് കെ, ഇതിലൊരു വലിയൊരു പ്രശ്നം, ഈ വയനാട് മേഖലയിൽ വലിയ ചികിത്സാ സൗകര്യങ്ങളില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വലിയ രോഗപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എത്തിക്കുന്നത്. ഇത്തരം ഗതാഗതക്കുരുക്കുകൾ കാരണം നിരവധി ജീവനുകൾ പൊലിയാറുണ്ട് എന്നുള്ള വിഷയം കൂടിയുണ്ട്. അല്ലെങ്കിൽ കൃത്യമായി ചികിത്സ കിട്ടാറില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത്. പക്ഷേ എന്നാൽ ഈ നിരന്തരം താമരശ്ശേരി ഭാഗത്ത് പ്രത്യേകിച്ച് ചുരത്തിലുള്ള ഗതാഗതക്കുരുക്ക് തുടരുകയാണ് എസ് കെ. അതിന്റെ ഭാഗമാണ് ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.